പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നയനമല ചന്തയിലാണ്. പൊങ്കൽ പ്രമാണിച്ചുള്ള ചന്തയായതുകൊണ്ട് നമ്മൾ രാവിലെ എത്തിയിരിക്കുകയാണ്. കുറച്ച് പോത്തുംകുട്ടികളൊക്കെ ഇപ്പോൾ ഉണ്ട്. നല്ല വൃത്തിയുള്ള പോത്തുംകുട്ടികളൊന്നും ഇല്ലായിരുന്നു. ഒരു 10-12 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല വിലയ്ക്ക് വിറ്റ് പോയി. നമ്മൾ കുറേയൊക്കെ വില ചോദിച്ചായിരുന്നു. ഇനി കുറച്ച് കർണാടക, തമിഴ്നാട് സൈസ് കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോകാം. കുറച്ച് കന്നെടുക്കണം. പോത്തുകുട്ടികളൊക്കെ നിൽപ്പുണ്ട്. 12-15 രൂപ ഒക്കെ ചോദിക്കുന്ന കുട്ടികൾ നിൽപ്പുണ്ട്. 20 രൂപ ചോദിക്കുന്ന കുട്ടികൾ നിൽപ്പുണ്ട്. ചെമ്പൻ കുട്ടികളാണ്. അതൊക്കെ അതിൻ്റെ ഒരു വളർച്ചയിലൊക്കെ അതൊക്കെ കൊഴിഞ്ഞു പോകും. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ അടുത്തൊരാഴ്ച ഇനി ഇവിടെ ചന്ത കാണില്ലെന്നാണ് പറഞ്ഞത്. പൊങ്കലായതുകൊണ്ട് ഇനി മാട്ടുപൊങ്കലും കഴിഞ്ഞ് ചന്ത സ്റ്റാർട്ടാവുള്ളെന്നാണ് പറഞ്ഞത്. ചന്ത ഉണ്ടാകും, പക്ഷേ കന്ന് വളരെ കുറവായിരിക്കും. തമിഴ്നാട്ടിലുള്ളവരൊന്നും കച്ചവടത്തിന് ഇറങ്ങൂലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല പോത്തുകുട്ടികളൊക്കെയാണ് നിൽക്കുന്നത്. 18 രൂപ 20 രൂപയൊക്കെ ഓരോന്നിന് ചോദിക്കുന്നുണ്ട്. 40 രൂപ ചോദിക്കുന്ന കുട്ടികളും എന്താ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. 40,000 രൂപ ചോദിക്കുന്ന, 35,000 ചോദിക്കുന്നുണ്ട്. പല റേറ്റിനും ചോദിക്കുന്ന കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. എരുമ അത്യാവശ്യം മീറ്റ് ആവശ്യത്തിനുള്ള എരുമയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കണം. ചന്തയ്ക്കകത്തോട്ട് ഒന്ന് പോയി ഒന്ന് കറങ്ങി നോക്കണം. നല്ല പൈക്കുട്ടികളും മുരിക്കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. കുറവ് പശു, ഇടക്കറക പശുക്കളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഒന്നിനും വില ചോദിക്കാനായിട്ട് നിൽക്കുന്നില്ല. ഇന്ന് നല്ല വില കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. കാരണം കന്ന് കുറവാണിന്ന്. ചന്തയിൽ കന്ന് വളരെ കുറവാണ്. ചെറിയൊരു മഴയുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം കന്ന് വരാത്തത്. കാരണം പൊങ്കലിന് മുമ്പ് നല്ലോണം കന്ന് കയറേണ്ട സമയമാണ്. പക്ഷേ ഇന്ന് ചന്തയിൽ എന്തായാലും കന്ന് കുറവാണ്. കാങ്കയത്തിൻ്റെ കുട്ടികളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അന്തം വിട്ട വില തന്നെയാണ് നമ്മൾ ഇത്രയും നേരം ചോദിച്ചത്. ഇതിന് 15 രൂപ ചോദിച്ചതാണ്. വേറെ ആൾക്ക് വീഡിയോ എടുത്ത് അയച്ച് കൊടുത്തിട്ടുണ്ട്. ചന്തയിൽ കന്ന് കുറവാണെന്ന് എന്ന് വളരെ വിഷമമായിരിക്കുകയാണ്. നമ്മൾ വന്നിട്ട് ഇന്ന് ട്രെയിനിൽ ലേറ്റായിരുന്നു. കറവ പശുക്കളൊക്കെ ഇപ്പോൾ ഉണ്ട്. ബാക്കി പോത്ത് അങ്ങനെയുള്ള ഇതൊന്നും വന്നിട്ടില്ല. നേരം വെളുത്ത് ഏകദേശം 6 മണിയോടെ അടുത്ത് നല്ല മഴക്കോളം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. കറവ പശുക്കളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട്. 40 രൂപ 50 രൂപയൊക്കെ ചോദിക്കുന്ന കറവ പശുക്കളൊക്കെ വന്നിട്ടുണ്ട്. നല്ല വില കൂടുതൽ തന്നെയായിരുന്നു. കന്നില്ലായിരുന്നു, അതിൻ്റെ ഒരു വിലക്കയറ്റം തന്നെയാണ്. തമിഴ്നാട്, ആന്ധ്രയിൽ നിന്ന് വന്നിട്ടില്ല. ആന്ധ്ര, ഹരിയാന, ഒറീസയിൽ നിന്ന് വന്നിട്ടില്ല. കർണാടകയിൽ നിന്ന് കുറച്ച് കന്നുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴിയിൽ ബോർഡറിൽ കന്ന് പിടിക്കുന്നെന്നാണ് പറഞ്ഞത്. ഒരാളുടെ 12 ലോഡാണ് പിടിച്ചേക്കുന്നതെന്ന് പറയുന്നത്. വെറുതെ ഒന്ന് കറങ്ങി വീഡിയോ ഒക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ച് ഒരു 5 എരുമ എടുത്തിട്ടുണ്ട് മീറ്റ് ആവശ്യത്തിനുള്ള. അല്ലാതെ വേറെ ഒന്നും എടുത്തിട്ടില്ല. പോത്തുംകുട്ടികളൊക്കെ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു. ഈ ആഴ്ച പോത്തുംകുട്ടികളൊന്നും എടുപ്പ് നടക്കില്ല. പൈക്കുട്ടിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. പൈക്കുട്ടിയും മുരിക്കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. 16 രൂപ 17 രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് ആ വെള്ളയ്ക്ക്. നല്ല വളർത്താൻ പറ്റിയൊരു കുട്ടിയാണ്. 17 രൂപ ചോദിക്കുന്നുണ്ട്. ഇത് കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നു. സമയത്ത് ആൾ ഡേഞ്ചറാണെന്ന് തോന്നുന്നു. കൊമ്പൊക്കെ ഇട്ട് തലയിട്ട് കുലുക്കുന്നുണ്ട്. നല്ല സൈസ് മൂരികൾ ഇവിടെ നിൽപ്പുണ്ട്. ഇത് ആര് വാങ്ങിയതാണോ ഇനി കച്ചവടത്തിനാണ് കൊണ്ടുവന്നതെന്നറിയില്ല. ചന്തയിൽ വളരെ കന്ന് കുറവായിരുന്നു ഇന്ന്. പോത്തുംകുട്ടികളൊന്നും എടുത്തിട്ടില്ല. ഇത് ഭയങ്കര ഡേഞ്ചർ സാധനമാണെന്ന് തോന്നുന്നത്. കൊമ്പിട്ട് ചരിച്ച് നമ്മളെ ആക്രമിക്കാനായിട്ട് വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ചന്ത എങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് ഇനി കുറച്ച് കുട്ടികളുടെ ഉള്ളു കച്ചവടത്തിനായിട്ട്. 15 രൂപ 16 രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികളൊക്കെ അതാ ഇവിടെ നിൽപ്പുണ്ട്. അവരുടെ ചോദ്യമാണ്. നമുക്ക് മുതലാവുന്ന വില പറയാം, അതിലൊന്നും വിഷയമില്ല. അതും കുറേയൊക്കെ വിറ്റ് പോയി. ഈ കാണുന്ന പോത്തുംകുട്ടികളെ ഉള്ളു. എരുമക്കുട്ടികൾ നല്ല എരുമക്കുട്ടികളൊക്കെ ഉണ്ട്. ഒരു വളർത്താൻ പറ്റിയ എരുമക്കുട്ടികളൊക്കെ ഈ ഭാഗത്ത് ഇവിടെ നിൽപ്പുണ്ട്. നല്ല എരുമക്കുട്ടികളാണ്. 35 രൂപ ചോദിക്കുന്ന എരുമക്കുട്ടിയുണ്ട്. അതിന് 35 രൂപ ചോദിക്കുന്നുണ്ട്. 10,000 15,000 ഒക്കെ ചോദിക്കുന്ന എരുമക്കുട്ടികൾ നിൽപ്പുണ്ട്. നല്ല വളർത്താൻ പറ്റിയ എരുമക്കുട്ടികളാണ് ഈ നിൽക്കുന്നത്. നമ്മൾ കുറച്ച്
ഒന്ന് രണ്ടെണ്ണത്തിനൊക്കെ വില പറഞ്ഞിരിക്കുകയാണ്. നോക്കാം. നല്ല വളർത്താൻ പറ്റിയ എരുമക്കുട്ടികളാണ് നിൽക്കുന്നതെല്ലാം. ഇതൊക്കെ മീറ്റ് ആവശ്യത്തിന് പോകുന്ന എരുമകളാണ്. ചെറിയ എരുമക്കുട്ടികൾ എന്തായ ഭാഗത്ത് നിൽപ്പുണ്ട്. ഒരു 15 രൂപ താഴെ വിൽപ്പന നടക്കുന്ന എരുമക്കുട്ടികൾ എന്തായി ഭാഗത്ത് നിൽപ്പുണ്ട്. ഇന്നെന്തായാലും ചന്തയിൽ വളരെ കുറവായിരുന്ന കന്നുകളെല്ലാം വിലയും കൂടുതലായിരുന്നു. പഴയതുപോലെ വില കുറയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ എടുത്ത 6 എരുമ മീറ്റ് ആവശ്യത്തിനുള്ള എരുമ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. 6 എണ്ണം ഇതാണ് എടുത്തിരിക്കുന്നത്. പല റേറ്റിനും ഉള്ളതുണ്ട്. അവർ പിന്നെ ഡെയിലി വെട്ടുകാരായതുകൊണ്ട് അവർക്ക് എടുത്തേ പറ്റു, വില കൂടുതലായാലും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണുമ്പോഴേക്കും ഓക്കെ, ബൈ.